കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായ ഒരു സംഘടിത കലാപമുണ്ടായ സ്ഥലത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഞ്ചുതെങ്ങ് കലാപം. ആ കലാപം നടന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. കമ്പനിക്ക് വ്യാപാരാവശ്യത്തിനു വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ പ്രദേശത്താണ് കോട്ട സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. കമ്പനിയുടെ വേണാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാലയായിരുന്നു അഞ്ചുതെങ്ങ്. ചതുരാകൃതിയിലാണ് കോട്ട പണി കഴിപ്പിച്ചത്. ശിലാഫലകങ്ങളോടുകൂടിയ ധാരാളം കല്ലറകൾ കോട്ടയോട് ചേർന്നുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പഴയത് 1704 നിർമ്മിച്ച അഞ്ചുതെങ്ങിലെ കമാൻഡറായ ജോൺ ബാബോണിന്റെ പത്നി ഡിബോക്കിന്റേതാണ്. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. 1721 രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 6 മാസത്തോളം കോട്ടയിൽ ജനങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. ഒടുവിൽ തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സേനയെ എത്തിച്ചാണ് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത്. വേലുത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചിരുന്നു. 1810 ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന മെക്കാളെ കോട്ട തിരിച്ചു പിടിക്കുകയും 1813 കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കോട്ടയും പ്രദേശവും തിരുവിതാംകൂറിന്റെ ഭാഗമായി. 1921 മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോട്ട. ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനായിരുന്നു കോട്ട ഉപയോഗിച്ചിരുന്നത്. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ അഞ്ചുതെങ്ങ് കോട്ട സുപ്രധാന പങ്കുവഹിച്ചു. കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു തുരങ്കം കോട്ടയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അപകട സാധ്യത കണക്കിലെടുത്ത് അടച്ചിട്ടിരിക്കുകയാണ്. ആടുമാടുകളും മറ്റും ഇതുവഴി ഇറങ്ങി ആപത്തിൽപ്പെട്ടതിനാലാണ് ഇങ്ങനെ ചെയ്തത്. കോട്ടയോട് ചേർന്നുള്ള ലൈറ്റ് ഹൗസിൽ കയറി നിന്നാൽ പ്രദേശത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.